നമസ്കാരം. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്കായി 54,000 കോടി രൂപയുടെ മൂലധന ഏറ്റെടുക്കൽ നിർദ്ദേശങ്ങൾ പ്രതിരോധ കൗൺസിൽ അംഗീകരിച്ചു എന്നൊരു വാർത്ത പുറത്തുവരുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധങ്ങളുടെയും എഞ്ചിനുകളുടെയും നവീകരണവും സംഭരണവും ലക്ഷ്യമിട്ട് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പ്രതിരോധ കൗൺസിൽ അംഗീകരിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫണ്ട്സ് അക്വിസിഷൻ കൗൺസിലാണ് 54,000 കോടിയിലധികം രൂപയുടെ 8 മൂലധന ഏറ്റെടുക്കൽ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത്. സൈന്യത്തിന് T-90 ടാങ്കുകളിലെ നിലവിലുള്ള 1000 HP എഞ്ചിനുകൾ നവീകരിക്കുന്നതിനായി 1350 HP എഞ്ചിനുകൾ വാങ്ങാൻ പ്രതിരോധ കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കപ്പൽ വിക്ഷേപണ വിരുദ്ധ അന്തർവാഹിനി ആയുധമായ വരുണാസ്ത്ര ടോർപിഡോകൾ വാങ്ങുന്നതിനാണ് മറ്റൊരു അനുമതി നൽകിയിട്ടുള്ളത്. അന്തർവാഹിനി ഭീഷണികളെ നേരിടുന്നതിൽ നാവികസേനയുടെ കഴിവുകളെ ശക്തിപ്പെടുത്തുന്ന വരുണാസ്ത്ര ടോർപിഡോക്കോ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാന സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നതിനും നടന്ന യോഗത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഫോഴ്സ് മൾട്ടിപ്ലയറുകളായി പ്രവർത്തിക്കുന്ന നൂതന നിരീക്ഷണ വിമാനങ്ങളാണിവ. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി ആഘോഷിക്കാനുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ മൂലധന ഏറ്റെടുക്കൽ പ്രക്രിയകൾ കാര്യക്ഷമമാക്കൽ പ്രതിരോധ കൗൺസിൽ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്ത് നൽകാൻ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത കപ്പൽ വിക്ഷേപിക്കാവുന്ന ആന്റി സബ്മറൈൻ ടോർപിഡോ വരുണാസ്ത്ര വാങ്ങുന്നതിലൂടെ എതിരാളികളിൽ നിന്നുള്ള അന്തർവാഹിനി ഭീഷണികൾക്കെതിരെ ഇന്ത്യൻ നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ആഴം കുറഞ്ഞതും ആഴമേറിയതുമായ ജലാശയങ്ങളിലെ അന്തർവാഹിനികൾക്കെതിരെയാണ് വരുണാസ്ത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഹെവി വെയ്റ്റ് ടോർപിഡോകൾ വെടിവെക്കാൻ കഴിവുള്ള വിവിധ ആന്റി സബ്മറൈൻ വാർഫെയർ കപ്പലുകളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും. അതേസമയം അടുത്തിടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ശക്തിയേകുന്നതിനായി 21,772 കോടി രൂപയുടെ 5 നിർദ്ദേശങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരം നൽകിയിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് 5 മൂലധന ഏറ്റെടുക്കൽ നിർദ്ദേശങ്ങൾക്കുള്ള ആവശ്യകത അംഗീകരിച്ചത്. ഇതുകൂടാതെ തീരദേശ സുരക്ഷയും തീരപ്രദേശങ്ങളിലെ നിരീക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി 6 അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും വാങ്ങുന്നതിനും DSC അംഗീകാരം നൽകിയിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.